ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല ഇമാം സഅദി റഹിമഹുല്ലാഹ് അൽ ഹദീസു അത്ഥാനി അശർ, 12ാമത്തെ ഹദീസ്. ഖാല നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിദ് ളഈഫ് وفي كل خير احرص على ما ينفعك واستعن بالله ولا تعجز وإن أصابك شيء فلا تقل لو أني فعلت كذا كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لو تفته عمل الشيطان. رواه مسلم. النبي صلى الله عليه وسلم قال المؤمن القوي ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിദ് ളഈഫ്. ഒരു ശക്തനായ മുഅ്മിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദുർബലനായ മുഅ്മിനേക്കാളും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്. ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളതിൽ നീ താല്പര്യം കാണിക്കുക, ഉത്സാഹം കാണിക്കുക. വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്, നീ അള്ളാഹുവിനോട് സഹായം തേടുക, നീ പരാജയപ്പെടരുത്. വൈൻ അസാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, വിപത്തുകൾ ബാധിച്ചാൽ, ഫലാ തഖുൽ, നീ പറയരുത്, ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. നേരെ മറിച്ച് നീ പറയേണ്ടത് ഖുൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ. ഫൈന ലൗ, തീർച്ചയായും ലൗ എന്ന സംസാരം, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന സംസാരം, തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിന്റെ അമല് അതിനെ തുറക്കുന്നതാണ്, അതിനുള്ള തുറവിയാണ് ആ സംസാരം. وهذا الحديث حديث عظيم ذكره المؤلف رحمه الله تعالى في كتابه جوامع الأخبار وهو كذلك فإن هذا الحديث اشتمل على جمل عظيمة فيها لمن حقق ما فيها في هذه الجمل فإنه سيحقق أمرا عظيما في حياته وهكذا بعد موته. ഈ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ, ആ മഹത്തായ കാര്യങ്ങളെ ആരാണോ യഥാർത്ഥവൽക്കരിച്ചത്, യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്, തീർച്ചയായും അവൻ മഹത്തായ ഒരു കാര്യത്തെയാണ് അവന്റെ ജീവിതത്തിലും അവന്റെ ജീവിതത്തിന് ശേഷം, മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തിലും അവൻ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വ്യക്തമാക്കി, അതായത് അന്നൽ മുഅ്മിനീൻ വൈൻ ഇഷ്തറഖു ജമീഅൻ ഫി അസ്ലിൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും അവര് അതിൽ ഒന്നിക്കുന്നവരാണ്, അതിൽ പങ്കാളികളാണ്. ഈമാനിന്റെ അടിസ്ഥാനപരമായ ഈമാനിന്റെ കാര്യത്തിൽ ഇല്ലാ അന്നഹും യതഫാവതൂന ഫീ ഈമാനിഹിം, എന്നാൽ അവരുടെ ഈമാനിന്റെ ദറജ, അതിൽ അവർ വ്യത്യസ്തരാണ്. അസ്ലുൽ ഈമാൻ അവർക്കുണ്ട്, ഈമാനിന്റെ അടിസ്ഥാനപരമായ ഈമാൻ അവർക്കുണ്ട്, പക്ഷെ ഈമാനിന്റെ ആ ദറജയുടെ കാര്യത്തിൽ അവര് വ്യത്യസ്തരാണ്. ഫമിൻഹും മൻ ഹുവ ഖവിയ്യുൽ ഈമാൻ, അവരുടെ കൂട്ടത്തിൽ ഈമാൻ, ശക്തമായ ഈമാൻ ഉള്ളവരുണ്ട്. വമിൻഹും മൻ ഹുവ ളഈഫുൽ ഈമാൻ, ഈമാൻ ദുർബലരായവരുണ്ട്. വൽ കുല്ലു മഹ്ബൂബുൻ ഇൻദല്ലാഹി ജല്ല വഅല, അവരെല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാണ്. വഫീഹിം ഖൈർ, അവരിൽ എല്ലാവരിലും ഖൈറുണ്ട്. ഇല്ലാ അന്നൽ മുഅ്മിനൽ ഖവി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ മുഅ്മിനീങ്ങളും ഇഷ്ടപ്പെട്ടവരാണ്, പക്ഷേ അവരിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഈമാനുള്ള, കവിയായ ഈമാനുള്ളവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലികൗനിഹി അഖ്റബു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, കാരണം ഈമാൻ ഏറ്റവും ശക്തനായിട്ടുള്ളവനാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തത്, അള്ളാഹുവിനോട് ഏറ്റവും അഖ്റബ്, ഏറ്റവും സമീപസ്ഥനായിട്ടുള്ളത് ഈമാൻ ഏറ്റവും കൂടുതലുള്ളവനാണ്. ഖാല ഇന്നൽ മുഅ്മിനൽ ഖവി ഫീ ഈമാനിഹി വഖവിയ്യുൻ ഫീ ബദനിഹി വഅമലിഹി,
ഖൈറുൻ മിനൽ മുഅ്മിനി അദ്ദഈഫ് ഫീ ഈമാനിഹി അവി അദ്ദഈഫ് ഫീ ബദനിഹി വഅമലിഹി. ഇപ്പൊ ഈമാനിന്റെ കാര്യത്തിൽ കവിയായിട്ടുള്ളവൻ, അമലിന്റെ കാര്യത്തിൽ കവിയായിട്ടുള്ളവൻ, ശരീരത്തിന്റെ കാര്യത്തിൽ കവിയായിട്ടുള്ളവൻ, അവനാണ് ഈമാൻ ദുർബലനായ, ശരീരം ദുർബലനായ, അമലുകൾ ദുർബലനായ ഒരു മുഅ്മിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ലിഅന്നൽ മുഅ്മിനൽ ഖവി ينتج ويعمل للمسلمين وينتفع للمسلمين بقوة بدنه بقوته البدنية وبقوته الإيمانية وبقوته العلمية ينتفعون من ذلك نفعا عظيما في الجهاد في سبيل الله وفي تحقيق مصالح المسلمين وفي الدفاع عن الإسلام والمسلمين. എന്തുകൊണ്ടാണ് ഒരു കവിയായ മുഅ്മിൻ ഈമാനികമായും ശാരീരികമായും അമലിലും ഇൽമിലും കവിയായിട്ടുള്ള മുഅ്മിനാണ് ദുർബലനായ ഈമാനും ദുർബലമായ ശരീരവും ദുർബലമായ അമലുമുള്ള ഒരു മുഅ്മിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്ന് പറയാനുള്ള കാരണം, ആദ്യ ശക്തരായ ഈമാനും ശരീരവുമുള്ള ഒരു മുഅ്മിനിൽ നിന്നാണ് അവന്റെ ശരീരം കൊണ്ടും അവന്റെ ഈമാന് കൊണ്ടും അവന്റെ ഇൽമു കൊണ്ടും അമല് കൊണ്ടും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും. അവനിൽ നിന്ന് മറ്റ് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ മസാലിഹ്, അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതേപോലെ ഇസ്ലാമിനെ മുസ്ലിമിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അവനാണ് ദുർബലനായ മുഅ്മിനേക്കാളും കൂടുതൽ ഉപകാരം ചെയ്യുക. വഹാദാ മാ ലാ യംലികുൽ മുഅ്മിനു ളഈഫ്. ളഈഫായ ഒരു മുഅ്മിനിന് അങ്ങനെ അത് ചെയ്യാൻ പ്രയാസമാണ്, സാധിക്കുന്നത്. فمن هذا الوجه كان المؤمن القوي خير من المؤمن الضعيف. ഈ ഒരു വജ്ഹിലൂടെ, ഈ വശത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഖവിയായ മുഅ്മിനാണ് ദഈഫായ മുഅ്മിനേക്കാളും ഖൈറായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ കുല്ലിൽ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്, ഖൈറുണ്ട്. ദഈഫായ മുഅ്മിനാകട്ടെ ഖവിയായ മുഅ്മിനാകട്ടെ, വഫീ കുല്ലിൽ ഖൈർ. كما يقول النبي صلى الله عليه وسلم فالإيمان كله خير. ഏതൊരു മുഅ്മിനാകട്ടെ അവനിൽ ഖൈറുണ്ട്, എല്ലാ മുഅ്മിനീങ്ങളിലും ഖൈറുണ്ട്. അൽ മുഅ്മിനു ളഈഫ് ഫീഹി ഖൈർ ولكن المؤمن القوي أكثر خيرا منه لنفسه ولدينه ولأهله ولإخوانه ولأمته. ളഈഫായ ഒരു മുഅ്മിനിൽ ഖൈറുണ്ട്, പക്ഷേ ഖവിയായ മുഅ്മിനാണ് അവനേക്കാളും സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ കുടുംബം, സഹോദരങ്ങൾ, ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് മൊത്തം എല്ലാവർക്കും കൂടുതൽ ഖൈറുള്ളത് മുഅ്മിനായ ഖവിയായ മുഅ്മിനിൽ നിന്നാണ്. ഫഹ്വിഹിൽ ഹസ്സു അലൽ ഖുവ്വ ودين الإسلام هو دين القوة ودين العزة ودين الرفعة دائما وأبدا يطلب من المسلمين القوة في كل شيء. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അത് ഖുവത്തിന്റെ ദീനാണ്, ഇസ്സത്തിന്റെ ദീനാണ്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഖുവത്ത് ആവശ്യപ്പെടുന്ന ദീനാണ്. എല്ലാ കാര്യത്തിലും ഖുവത്തുള്ളവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅഇദു ലഹും മസ്തതഅതും മിൻ ഖുവ്വ, നിങ്ങളുടെ ഖുവത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. അൽ ഖുവ്വത്തു ഫിൽ ഈമാൻ വൽ അഖീദ വൽ ഖുവ്വത്തു ഫിൽ അമൽ വൽ ഖുവ്വത്തു ഫിൽ അബ്ദാൻ لأن هذا ينتج خيرا للمسلمين. ഈമാനിൽ ഖുവ്വത്ത്, അഖീദയിൽ ഖുവ്വത്ത്, അമലിൽ ഖുവ്വത്ത്, ശരീരത്തിൽ ഖുവ്വത്ത്, ഇതെല്ലാമാണ് ഈ മുസ്ലിമീങ്ങൾക്ക് ഖൈറിനെ കൊണ്ടുവന്നു തരുന്നത്. وفي هذا دليل على أن الإيمان يزيد وينقص. അതുപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് കാണാം, ഈമാൻ എന്നത് കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന് തെളിവുണ്ട്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഈമാൻ എന്നത് വർദ്ധിക്കും, അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. ഫൈദാ സാദൽ ഈമാൻ ഖവിയൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കുമ്പോൾ ഈമാൻ കൂടുതൽ ഖുവത്തുള്ളതാവും.
വഇദാ നഖസൽ ഈമാൻ ദഅഫൽ ഈമാൻ, ഈമാൻ കുറയുമ്പോൾ ഈമാൻ ദുർബലമാകും. വസിയാദത്തുൽ ഈമാൻ ബിഫിഅലി ത്വാആത്ത് വത്തഖറബ് ഇലല്ലാഹി ജല്ല വഅല വഇജ്തിനാബിൽ മആസി. ഈമാനിന്റെ സിയാദ, വർധനവെന്ന് പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള ത്വാഅത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടും തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ടുമാണ്. വനുഖ്സാനിൽ ഈമാൻ ബിർതികാബിൽ മആസി വൽഇസ്റാർ അലൽ മആസി വൽബുഅദ് അനില്ലാഹി സുബ്ഹാനഹു വതആല. ദുർബലമായ ഈമാൻ, അതിന് കാരണം എന്താണ്? പാപങ്ങൾ പ്രവർത്തിക്കുന്നു, തിന്മകൾ ചെയ്യുക, അതുപോലെ തന്നെ തിന്മകളിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹു തആലയെ തൊട്ട് അകലം ദൂരത്താകുക, അള്ളാഹുവിനോട് അകലം പാലിക്കുക. ഇതെല്ലാം ഈമാൻ കുറയുന്നതിന് കാരണമായി തീരും. ثم قال عليه الصلاة والسلام احرص على ما ينفعك. നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ അതീവ ഉത്സാഹം കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള മഹത്തായ ഒരു വസിയ്യത്തുൻ അദീമ മിൻ നബിയിന അലൈഹി സ്വലാത്തു വസ്സലാം അൻ യഹ്രിസൽ അബ്ദു അലാ മാ യൻതഫിഉ ബിഹി വഅലാ മാ യൻഫഉഹു ഫീ ദീനിഹി വദുനിയാഹി. ഒരുവന് അവന്റെ ദീനിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ അതീവമായിട്ടുള്ള ഉത്സാഹം കാണിക്കണം, താല്പര്യം കാണിക്കണം. ഇഹ്രിസ് ദലീലുൻ അലൽ ഹസ്സ് അലൻ നശാത്ത് വതർക്കിൽ കസൽ വൽ ഫുതൂർ വഖ്തിനാമുൽ ഔഖാത്ത് ബിസാലിഹി ത്വാആത്തി വൽ ഖുർബാത്ത് ഇൻദ റബ്ബിൽ ആലമീൻ. ഇഹ്രിസ് എന്ന് പറഞ്ഞാൽ അതീവമായിട്ടുള്ള താല്പര്യവും ഉത്സാഹവും കാണിക്കുക. അതെന്തിനുള്ള പ്രോത്സാഹനമാണ്? മടി, അലസത ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ സമയം, അതിനെ വിലമതിക്കുക, അത് പാഴാക്കാതിരിക്കുക. അള്ളാഹുവിനുള്ള ത്വാഅത്തിലും അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിത്തരുന്ന കാര്യങ്ങളിലും അവന്റെ സമയത്തെ ചെലവഴിക്കുക. ആ കാര്യത്തിൽ അതീവമായ ഉത്സാഹവും താല്പര്യവും കാണിക്കുക, അലസതയും മടിയും ഉപേക്ഷിക്കുക. അതിനുള്ള പ്രോത്സാഹനമാണ് ഇഹ്രിസ് അലാ മാ യൻഫഉക. فلا بد أن يكون العبد حريصا على اغتنام أوقاته ولا بد أن يكون حرصه على ما ينتفع به. ഇപ്പൊ സമയം അതിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അതായത് അള്ളാഹുവിനുള്ള ത്വാഅത്തിലായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവൻ അങ്ങേയറ്റം ഹിർസ് കാണിക്കണം. അതേപോലെ തന്നെ അവൻ ഹിർസ് കാണിക്കേണ്ടത് അവന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. ദീനിലും ദുനിയാവിലും അവന് ഉപകരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവന് അങ്ങേയറ്റം ഹിർസ് കാണിക്കണം. ഇഹ്രിസ് അലാ മാ യൻഫഉക വഹാദൽ ഹിർസു ദലീലുൻ അലാ വുജൂദിൽ ഹിമ്മൽ ആലിയ. فإن العبد لا يكون حريصا على ما ينفعه إلا إذا كان صاحب همة عالية. همته عالية, ഉയർന്ന ചിന്ത, അതായത് ഉയർന്ന ലക്ഷ്യം, അതിനുള്ള പ്രോത്സാഹനമാണ് ഹദീസ്. ഉന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ള ഒരുവൻ അല്ലാതെ ഒരിക്കലും അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയില്ല. ഒരുവൻ ഉന്നതമായ ലക്ഷ്യമുണ്ട്, അവന്റെ ലക്ഷ്യം സ്വർഗമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എങ്കിൽ ആ ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ അങ്ങേയറ്റം താല്പര്യം കാണിക്കും, ഹിർസ് കാണിക്കും. അതേപോലെ തന്നെ അവൻ പരിശോധിക്കും ഒരു പ്രവൃത്തിയുടെ പര്യവസാനം, അതിന് ഏറ്റവും അവസാനത്തെ ഫലം എന്തായിരിക്കും, എന്ത് കാര്യത്തിലാണെന്ന് ചെന്ന് അവസാനിക്കുക എന്ന് അവൻ പരിശോധിക്കും. അത്തരത്തിലുള്ള ഉന്നതമായ ലക്ഷ്യങ്ങളുള്ള ഒരുവനല്ലാതെ തനിക്ക് ഉപകാരമാകുന്ന കാര്യങ്ങളിൽ ഹിർസ് കാണിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഈൻ ബില്ലാഹ്, നീ അല്ലാഹുവിനെ കൊണ്ട് സഹായം തേടുക. ലകൈ യകൂനൽ അബ്ദു ഹരീസൻ അലാ മാ യൻഫഉഹു ലഅബ്ദു അൻ യസ്തഈന ബില്ലാഹ്. ഒരു വ്യക്തി അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ ഹിർസ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായമില്ലാതെ അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവന് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്തഈൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം തേടുക. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്. ഫഇന്ന അല്ലാഹ ജല്ല വഅല ഹുവൽ മുഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഹായം നൽകുന്നവൻ. വലൗലാ ഇആനത്തുല്ലാഹി സുബ്ഹാനഹു വ തആല ലമാ ഹസല ഖൈറു ലിൽ അബ്ദ്, അല്ലാഹുവിന്റെ സഹായമില്ലാതെ ഒരടിമക്ക് ഖൈർ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. العبد له مشيئة وله كسب وله إرادة لكن هذه الإرادة والمشيئة بمشيئته سبحانه وتعالى. ഒരടിമക്ക് മശിയത്തുണ്ട്, അവന് കാര്യങ്ങൾ ഉദ്ദേശിക്കാം, അവന് സമ്പാദിക്കാം, പക്ഷേ എല്ലാം അള്ളാഹുവിന്റെ മശിയത്തിന്റെ കീഴിലായിക്കൊണ്ടാണ്. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ.
റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ثم بين النبي صلى الله عليه وسلم امرا خطيرا ഗുരുതരമായ ഒരു കാര്യത്തെ പറ്റി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ വ്യക്തമാക്കി. هذا الامر لو لم ينتبه له الانسان لربما كان سببا في تاخره ولربما كان سببا في فطوره ولربما كان سببا في تركه للاعمال. ആ കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ഉണർന്ന് ചിന്തിച്ചിട്ടില്ല എങ്കിൽ അതവന്റെ അലസതയിലേക്കും അമലുകൾ ഉപേക്ഷിക്കുന്നതിലേക്കും കാരണമായി തീരും. അതെന്താണ്? അതെല്ലാം വുജൂദുൽ മസായിബ്, അതായത് മുസീബത്തുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. ലാ ശക്ക ഫീ അന്ന മാ മിൻ മുസ്ലിമിൻ വ മുഅ്മിനിൻ ഫീ ഹാദിഹി ദുനിയ ഇല്ലാ വഹുവ മുബ്തലാ ലകിൻ അന്നാസ യതഫാവതു. തീർച്ചയായും മുഅ്മിൻ, ഒരു മുസ്ലിം ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യർ പലതരത്തിലാണ്. ഫബഅദുഹും ഇദാ ഉസീബ ബിമുസീബത്തിൻ യത്രുക് മാ കാന ഖാദിമൻ അലൈഹി മിൻ ഉമൂരിൽ ഖൈർ. ചില ആളുകൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവൻ മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ആഖിറത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പല ഖൈറായിട്ടുള്ള പ്രവൃത്തികളും അവൻ ഉപേക്ഷിക്കും. ചെറിയൊരു മുസീബത്ത് ബാധിച്ചാൽ അവൻ ഖൈറായിട്ടുള്ള അമലുകളൊക്കെ ഉപേക്ഷിക്കും. ويرجع إلى القهقرة ويصاب بالإحباط والانهزام النفس مباشرة. നഫ്സിന്റെ തോൽവി, നഫ്സ് പരാജയപ്പെടും. അങ്ങനെ അമലുകളൊക്കെ ഉപേക്ഷിക്കും, ഖൈറായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കും ചെറിയൊരു മുസീബത്ത് ബാധിച്ചതിന്റെ പേരിൽ. ولهذا قال عليه الصلاة والسلام منبها هذا الأمر الخطير الذي يؤدي إلى حصول الانهزام النفسي والإحباط. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച്, ഗുരുതരമായിട്ടുള്ള ഈ ഒരു അപകടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നത്, ഓർമ്മപ്പെടുത്തിയത്, ഉണർത്തിയത്. ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ അതവൻ ഉപേക്ഷിക്കും, അവന്റെ നഫ്സ് പരാജയപ്പെട്ടു പോകും. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം വഇൻ അസാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ നീ പറയരുത് ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ, നീ പറയേണ്ടത് അങ്ങനെയാണ്, ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ, അത് അല്ലാഹുവിന്റെ ഖദറാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കുന്നു എന്നാണ് നീ പറയേണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, ثم بين عليه الصلاه والسلام ان كلمه ലൗ എന്ന് പറയുന്ന പ്രയോഗം, പദം, തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിന് അവന്റെ പണി തുറന്നു കൊടുക്കും. ലൗ എന്ന പദത്തിലൂടെ, ആ പ്രയോഗത്തിലൂടെ ശൈത്താൻ അവന്റെ പണിയെടുക്കും. തഫ്തഹു ബാബ ശൈത്താൻ, ബാബൽ കസ്ൽ, ബാബൽ ഇൻഹിസാം, ويؤدي الى شيء خطير اذا لم ينتبه الانسان. അത് അലസതയുടെ ബാബിനെ തുറക്കും. അലസത, മടി, അതേപോലെ സ്വന്തം നഫ്സിൽ പരാജയം അവന് അനുഭവപ്പെടുക തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ കാര്യങ്ങളിലേക്ക് ആ വാതിൽ തുറക്കുന്നതാണ് ലൗ എന്നുള്ള പ്രയോഗം. ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ലാകിൻ ഇദാ സല്ലമ അൽ അബ്ദു ലിഅംരി റബ്ബിഹി സുബ്ഹാനഹു വതആല بعلم ويقين أن هذا الأمر لا بد من وقوعه لأنه قدره الله عز وجل لكان ذلك سببا عظيما في استمراره على الخير. നേരെ മറിച്ച് അവിടെ അവന്റെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ തനിക്ക് ഖദറാക്കിയതാണ് എന്ന് ഇൽമോടുകൂടി, വ്യക്തമായ ദൃഢനിശ്ചയത്തോടുകൂടി അവൻ തന്റെ മനസ്സിനെ അതിന് പാകപ്പെടുത്തുകയും ആ ഒരു കാര്യത്തിൽ കീഴൊതുങ്ങുകയും ചെയ്താൽ അല്ലാഹു തആല ഖദറാക്കിയത് സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അവന്റെ ഖൈറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്തിംറാറോടുകൂടി തുടർച്ചയായിക്കൊണ്ടവൻ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. വദമുൽ ഇൽതിഫാതി ലിതിൽകൽ മസായിബ്, ബാധിച്ചിട്ടുള്ള മുസീബത്തുകളിലേക്ക് അവൻ ശ്രദ്ധിക്കുകയേയില്ല. നസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യുവഫിഖനാ ലിമാ യുഹിബ്ബുഹു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.